പിന്നെ എനിക്ക് അതിൻ്റെ ഇടയിലുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ട്രെയിനെല്ലാം നമുക്ക് വെച്ചാൽ വേണ്ടിയിട്ടായിരുന്നു ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നില്ല. പിന്നെ കയ്യിൽ നമ്മുടെ ബാഗും ധാരാളം ഉള്ളത് കൊണ്ട് പിന്നെ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ എൻ്റെ ഇടയിൽ വിഷയം കാണിക്കാഞ്ഞത്, എടുക്കാൻ പറ്റാഞ്ഞത്. ഇപ്പം നമ്മൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ആ ഹോട്ടലിൽ എത്തിയിട്ട് നമുക്ക് ആ സ്ഥലത്തെ ലിവർപൂളിൻ്റെ വിശേഷം ഇവിടെ ഒരു ഹോട്ടലിൽ ഒരാഴ്ചത്തോളം ഉണ്ടാവും. അപ്പോൾ അവിടേക്ക് പോകണോ ഇല്ലാതെ കാഴ്ചപ്പാണ്. ബ്രെഡ് ബിൽഡർ ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടാവും ഈ വഴിയിൽ ഇങ്ങനെ പോയിട്ട് വേണം നേരെ നടക്കണം. നേരെ ഓരോ കിലോമീറ്ററോളം നടന്നു കഴിഞ്ഞാലാണ് എത്തുന്നത്. ഇവരെ വന്നേല് എനിക്ക് ഏറ്റവും ഇഷ്ടമായ സ്ഥലം ഇതെന്ന് പറയാം. ഭയങ്കര സൈലൻസും ഭയങ്കര നീറ്റിട്ടാണ്. എനിക്ക് വീടുകളൊക്കെ നോക്കി ഒന്നും ഇപ്പം നിൽക്കുക. വണ്ടികളൊക്കെ നോക്കി അത്യാവശ്യം ലൈനും ഉണ്ട് വണ്ടികൾ ഓടിക്കാൻ. അടിപൊളി. പിന്നെ അതെല്ലാം ഇവിടുത്തെ എല്ലാ ഇതും കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ പഴയ ഒരു ഇതില്ല. ഇത് കണ്ടത് ഇതൊക്കെ പഴയ പണ്ടുണ്ടാക്കിയതാണ്. അതൊക്കെ ഇപ്പോഴും അതിൻ്റെതായ ഒരു ഇതിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അടിപൊളി പറഞ്ഞാൽ അടിപൊളി ഏരിയ. ഭയങ്കര സൈലൻസ് ഒക്കെ ഉള്ള ഒരു ഏരിയ. ഡബിൾ ടക്കർ ബസ്. ഇത് ലിവർപൂളിക്കുള്ള ഡയറക്റ്റ് ഇവിടുന്ന് ലിവർപൂളിക്ക് ബസ് ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് റിട്ടേൺ നമുക്ക് ബസ്സിൽ ഇവിടുന്ന് ലിവർപൂൾ ഒരൊറ്റപ്പിടുത്തം പിടിക്കാൻ പറ്റി നോക്കാം. ഞാൻ ഇപ്പം 2 ട്രെയിനൊക്കെ മാറിയിട്ടല്ല വന്നത്. ഇനി ബസ്സിലപ്പോൾ ഇങ്ങനത്തെ കാഴ്ചകളുണ്ട്. ട്രെയിനാകുമ്പോൾ ഈ ഫോറസ്റ്റിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ വരണ പോലെ ഈ സൈഡിലാണ്. ഇത് ഫുള്ള് ഫോറസ്റ്റ് പോലെ തന്നെയാണ്. ചിലപ്പോൾ ഗവൺമെന്റിന് എങ്ങനെ ആയിരിക്കും. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവിടുത്തെ ആ വീടുകളും ആ കാഴ്ചകളെല്ലാം അടിപൊളിയായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ചിലയിടത്തൊക്കെ ഈ കാറ് പോകുമ്പോൾ കാറിന്റെ സ്പീഡ് അപ്പം തന്നെ എഴുതി കാണിക്കും താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും അങ്ങനെ ചെയ്യുന്നത് നല്ലതല്ലേ? അപ്പോൾ ഡ്രൈവർക്ക് ഒരു ഇത് തോന്നില്ലേ, ഞാൻ ശരിയായിട്ടാണ് ഓടിച്ചെന്നുള്ളൊരിത്. വലിയ കാര്യം എന്നുണ്ടെങ്കിലും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് നോക്കില്ലേ. ഇനി നമുക്ക് ആ കാണുന്ന റോഡിൽ നിന്ന് ലെഫ്റ്റ് കടക്കണം. അപ്പം ഞാനിനി ആ ലെഫ്റ്റ് കടന്നതിന് ശേഷം ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഹോട്ടൽ അവിടെ ആയിട്ടാണ്, ആ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഹോട്ടലെത്താറ്. ഓക്കെ, ക്രോസ് ചെയ്യുമ്പോൾ ഫോൺ എടുത്ത് കളിക്കണ്ടെന്ന് വെച്ചിട്ടാ. ശരി, ഇതിപ്പോൾ നമ്മുടെ ഹോട്ടലിൽ നിൽക്കുന്ന ഹോട്ടലിൻ്റെ സൈഡിൽ കൂടെയുള്ള ഒരു വഴിയാണ്. ഹോട്ടൽ ഞാൻ എടുത്തിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. ഇതാണ് സൈക്കിൾ ട്രാക്ക്. പുറമെ സൈഡിൽ കൂടെ നടന്നു പോകുമ്പോഴുള്ള സൈക്കിൾ ട്രാക്ക് കാര്യങ്ങളൊന്നും ഉണ്ട്. ഇതാണ് നടക്കാനുള്ളതും റൈറ്റ് സൈഡിലുള്ള സൈക്കിൾ ട്രാക്കും. അങ്ങനെയാണ് ഇവിടെ എല്ലാ സൈഡിലും കളിച്ചിരുന്നതാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഇവിടെ അപ്പോൾ ആ ബോർഡ് കണ്ട അതിൽ പോർട്ട് സൺലൈറ്റ് വർക്ക്സ് എന്നുള്ള ഇത് പറഞ്ഞു. അവിടെ ആ സൈഡിലേക്ക് അങ്ങ് പോയിട്ടാണ് നമുക്ക് ഇനി തിങ്കളാഴ്ചയായിട്ട് ഇനി കമ്പനിയിൽ വിസിറ്റ് ഉള്ളത്. അവരുടെ ഓഡിറ്റിങ് കാര്യങ്ങൾ നമ്മൾ സാധാരണ ചെയ്യുന്ന വർക്ക് കാര്യങ്ങൾ ചെയ്യാറ്. അപ്പോൾ ഇനിയിപ്പോൾ നാളെ ഇന്നും അത്യാവശ്യം ഇപ്പോൾ ഇതുവരെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചെയ്ത, അതായത് ഈ ആഴ്ചയിൽ ചെയ്ത വർക്കുകൾ ചെയ്യാണ്ട് അതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോഴേക്കും തന്നെ സമയം ഒരു ഇതാവും. അപ്പോൾ ഇതാണ് നല്ല സ്ഥലം. എനിക്ക് കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് എന്തോ ഈ ഒരു ഏരിയ എനിക്കിഷ്ടമായി. മറ്റേ ലണ്ടൻ സൈഡൊന്നും നമ്മൾ പോയിട്ടില്ല, അതെങ്ങനെയാവും എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇത് കണ്ടെടുത്തോളം എനിക്കെന്തൊരു ഇഷ്ടപ്പെട്ടു. നല്ലൊരു സ്ട്രക്ചറാണ് ഈ ഒരു സോണിന്. ഇവിടെ ഒരു പാർക്ക് എന്ന് കാണുന്നുണ്ട് ഗൂഗിളിൽ. നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം എന്നുള്ള രീതിയിൽ അങ്ങ് പോവാം. പിന്നെ ഇവിടെ ആ ലെഫ്റ്റ് സൈഡിൽ കണ്ടു അൽദീന്ന് കണ്ടു. നമ്മൾ ഇവിടുത്തെ ബസ് കണ്ടു, ഡബിൾ ഡെക്കർ ബസ്സും. ബസ്സിന് വലിയ ടിക്കറ്റ് ഫെയറോ കാര്യങ്ങളൊന്നും അത്രയ്ക്കൊന്നുമില്ല. ഒരു ഏവറേജ് തന്നെ, നല്ല തണുപ്പുണ്ട്. അങ്ങനെ ഞാൻ ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ അൽദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. ഇത് യൂറോപ്പിലും അങ്ങനെ തന്നെയാണ്. അത് നമ്മുടെ ഈ ഹംഗറി അവിടെയല്ല ഞാൻ മുന്നേ പോയപ്പോഴും ഇതേപോലത്തെ അൽദികളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ടാണ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങുക. സാധനങ്ങൾ വാങ്ങുന്ന പറഞ്ഞാൽ ഇപ്പോൾ ഈ ഹോട്ടലിൽ താഴെ എല്ലാതും ഉണ്ട്. അതുകൊണ്ട് ഞാൻ അതിലൊന്നും പോകുന്നില്ല. അവിടെ നമുക്ക് ആ പാർക്ക് കണ്ടു കഴിഞ്ഞ് റിട്ടേൺ വരുമ്പോഴേ വേണമെങ്കിൽ കയറി നോക്കാം. പാർക്ക് പിന്നെ ഇരുട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണാൻ പറ്റില്ല. അതിൻ്റെ പിന്നെ കുഴപ്പമില്ല. ഉള്ളിൽ സൂപ്പർ മാർക്കറ്റ് പോലെ നമ്മളിപ്പോൾ ഈ ലുലു നെസ്റ്റ് പോലെയൊക്കെ തന്നെ അത്ര വലിയ വലിപ്പമൊന്നും ഉണ്ടാവില്ലെങ്കിലും അതുപോലത്തെ ഒരു സാധനങ്ങളിലൊക്കെ മിനിയായിട്ടുള്ള കാര്യങ്ങൾ ഇതിന് കുറച്ച് റേറ്റും അത്രയ്ക്കൊന്നും ഇല്ലാത്ത രീതിയിൽ കിട്ടുകയും ചെയ്യും. അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഇത് അത്യാവശ്യം റോഡ് നല്ല വൃത്തിയിൽ അതിന് തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ നേരെ നടന്നു കഴിഞ്ഞാൽ എത്താവുന്നതേ ഉള്ളൂ.
എന്നാൽ ഞാൻ ആ പാർക്കിൻ്റെ അവിടേക്ക് എത്തിക്കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇനി വിശ്വസിച്ചെടുക്കാം. ഇതാണിപ്പോൾ നമ്മൾ പറഞ്ഞ പാർക്ക്. അത്ര വലിയ പാർക്ക് എന്ന് പറയാനൊന്നുമില്ല. 2-3 പിള്ളേരോട് കളിക്കുന്നുണ്ട്, സൗകര്യങ്ങൾ, ഊഞ്ഞാല്, പിന്നെ കറങ്ങണ എന്തൊക്കെ സാധനങ്ങൾ, അങ്ങനെ ചെറുത്, പിന്നെ ഒരു ഐസും വേണ്ടി പിള്ളേരെ പറ്റിക്കാൻ. അത്രയ്ക്കാണ്, വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. ഞാൻ പാർക്കിൽ പോയിട്ട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വിചാരിച്ചു. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് ഞാനവിടെ പോകുന്നില്ല. ഈ റോഡ് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ എന്താ ഇവിടെ ഉള്ളത് നോക്കി നോക്കാം. നല്ല വിലതുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തിടാം, അല്ലാതെ വെറുതെ അങ്ങ് വിട്ടിട്ട് കാര്യമില്ല. പിന്നെ എല്ലാ വീടുകളും നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ബ്രിക്ക് വെച്ചിട്ടാണ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. മേലെ പിന്നെ റൂഫിംഗ് എല്ലാം അങ്ങനെ ആംഗിൾ തന്നെ കൊടുക്കേണ്ടി വരുമായിരിക്കും. അത് എനിക്ക് തോന്നുന്നത് അതിന് ഈ മഞ്ഞെല്ലാം ഉള്ളത് കൊണ്ട് ആയിരിക്കും അതിനെ കൊടുക്കുക. എന്താ പറയുക, നമ്മൾ സാധാരണ കൊടുക്കാൻ പറ്റില്ല, അതിന് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ മഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ, ഇതാകുമ്പോൾ ചൂടായി കഴിഞ്ഞാൽ ഉരുതി അങ്ങ് താഴ്ത്തിക്കിടുമല്ലോ, അതായിരിക്കും കൺസെപ്റ്റ്. അങ്ങനെ എന്നാൽ ഞാൻ കുറച്ചൊക്കെ നടന്നു നോക്കട്ടെ. എന്തായാലും നല്ല ബിസിനസ് ഉണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ പിന്നെ റിട്ടേൺ പോയിട്ട് നമ്മളെ അക്കോമഡേഷൻ കാണിക്കുന്നതാക്കി തരാം കേട്ടോ.